വാർത്താമഴയിലേക്ക് വീണ്ടും ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കൊച്ചി കലൂരിൽ പോലീസിന്റെ മിന്നൽ റെയ്ഡ്. ലഹരി ഇടപാടുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് സ്ഥാപനങ്ങളും വാഹനങ്ങളും കേന്ദ്രീകരിച്ചുള്ള പരിശോധന. 100-ലധികം പേരുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തുന്നത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? വലിയൊരു പോലീസ് സംഘം തന്നെയുണ്ട്, 100-ലധികം പേർ വരുന്ന പോലീസ് സംഘം എന്ന് മനസ്സിലാക്കുന്നു. പരിശോധനയുടെ ഒരു സ്വഭാവം എന്താണ് അശ്വിൻ? രജിത്ത് 9 മണിയോടുകൂടിയാണ് എറണാകുളത്ത് പോലീസിന്റെ ഇത്തരത്തിലൊരു പരിശോധന മിന്നൽ റെയ്ഡ് ആരംഭിച്ചത്. പ്രധാനമായും കലൂർ സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ ഈ പരിശോധന തുടരുന്നത്. 100-ലധികം പോലീസുകാർ ഈ ടീമിലുണ്ട്. അതിൽ അവർ തന്നെ 100-ലധികമുള്ള ആളുകൾ തന്നെ 4 ടീമുകളായി തിരിച്ചുകൊണ്ടാണ് ഈ പരിശോധന ഇപ്പോൾ ഉള്ളത്. പ്രധാനമായും യുവാക്കളടക്കം കേന്ദ്രീകരിച്ചിരിക്കുന്ന കലൂർ സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, അതിനൊപ്പം സ്ഥാപനങ്ങൾ, ഒപ്പം ഈ സംശയം തോന്നിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഈ പരിശോധനയുടെ ഭാഗമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവിലും ഇത്തരത്തിലൊരു മിന്നൽ റെയ്ഡ് പോലീസിന്റെ നടത്തിയിരുന്നു. അതിൽ നിന്നും ചില കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ട ആളുകളെയും ഒപ്പം ലഹരി ഇടപാടുകൾ നടത്തിയിരുന്ന വ്യക്തികളെയും അടക്കം പിടികൂടുകയും ചെയ്തിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള പരിശോധനകൾ വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായാണ് കലൂരിൽ ഈ പോലീസിന്റെ ഒരു മിന്നൽ റെയ്ഡ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് മാത്രമല്ല, അതിൽ പോലീസിന്റെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. പോലീസിന് ഡോഗ് സ്ക്വാഡ് അടക്കം, ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും അതിന് പുറമെയുള്ള പ്രത്യേക സംഘങ്ങളും അടക്കം ഈ പരിശോധനയുടെ ഭാഗമാകുന്നുണ്ട്. കൊച്ചി ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടത്തുന്നത്. എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇത്തരത്തിൽ ഈ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ഒപ്പം ഈ കലൂർ അടക്കമുള്ള ചില എറണാകുളത്തെ ചില പ്രധാന കേന്ദ്രങ്ങളിൽ ഇങ്ങനെ ചില ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ പരിശോധന ഇപ്പോഴും തുടരുന്നത്. ഇപ്പോൾ ഈ പരിശോധന ആളുകളെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ അവർ നടത്തുന്നുണ്ടോ എന്നടക്കമുള്ള പരിശോധനകളാണ് തുടരുന്നത്. ഇതിനപ്പുറത്തേക്ക് റോഡിന് മറുവശത്തേക്ക് വാഹനങ്ങൾ പോകുന്ന ഭാഗത്തേക്ക് പോയാൽ അവിടെ പോലീസ് വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. സംശയാസ്പദമായി തോന്നുന്ന വാഹനങ്ങളും സംശയാസ്പദമെന്ന് തോന്നുന്ന ആളുകളെയും പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നുണ്ട്. പോലീസ് നായ വാഹനങ്ങൾ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം ഈ പോലീസിന്റെ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ച നായും ഈ പരിശോധനാ സംഘത്തിന്റെ ഭാഗമാകുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഇന്ന് രാത്രി മുഴുവൻ എറണാകുളത്തിന്റെ പല കേന്ദ്രങ്ങളിൽ ഈ പരിശോധന നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ മറൈൻ ഡ്രൈവിൽ നടത്തിയ പരിശോധനയിൽ കൊല്ലത്ത് നിന്ന് കാണാതായ കുട്ടികളെ അടക്കം മറൈൻ ഡ്രൈവിൽ നിന്നും പോലീസ് പിടികൂടുന്ന അല്ലെങ്കിൽ അവരെ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം കഞ്ചാവ് അടക്കമുള്ള ലഹരികളുമായി അത് വിൽപ്പനയ്ക്ക് എത്തിച്ച ആളുകളെ കഴിഞ്ഞ തവണ മറൈൻ ഡ്രൈവിൽ നിന്നും പിടികൂടിയിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നടക്കമുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. എന്തായാലും ഈ കലൂർ സ്റ്റേഡിയത്തിലേക്കുള്ള പൂർണ്ണ എല്ലാ വഴികളും പോലീസ് ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ ഇതിനുള്ളിലുള്ള ആളുകൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇതിനുള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും പിടികൂടാനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ 4 ബസ്സുകളിലായാണ് പോലീസ് ഇവിടെ എത്തുന്നത്. എന്തായാലും 2 മണിക്കൂറിലധികം പരിശോധന നീണ്ടു നിൽക്കും. അതിനുശേഷം ഏതൊക്കെ തരത്തിൽ എത്ര ആളുകൾ പിടികൂടപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഇതിന്റെ ഭാഗമായി എടുത്തിട്ടുള്ളതടക്കമുള്ള വിവരങ്ങളിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കും. അശ്വിൻ, ഇത്രയും വലിയൊരു സംഘത്തെ ഇറക്കിയുള്ള പരിശോധന നഗരത്തിന്റെ ഹൃദയഭാഗം, മറ്റിടങ്ങളിലും സമാനമായ രീതിയിൽ വരും ദിവസങ്ങളിലും പരിശോധന തുടരും എന്നുള്ളൊരു വിവരമാണോ പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത് അശ്വിൻ? രജിത്ത്, എന്തായാലും അങ്ങനെ ഒരു വിവരം, അതായത് മിന്നൽ റെയ്ഡുകളാണ്, പലപ്പോഴും മുൻകൂട്ടി അറിയിക്കാതെയുള്ള റെയ്ഡുകളാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പോലീസ് നടത്താറുള്ളത്. എന്തായാലും അങ്ങനെയാണ്. ഇത് വളരെ പെട്ടെന്നാണ് ഈ കടകളിലേക്കൊക്കെ പോലീസിന്റെ സംഘം ഇരച്ചു കയറി എത്തുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ അവിടെ നടക്കുന്നു, ലഹരി ഇടപാടുകളടക്കം നടക്കുന്നുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അവർക്ക് അതിനുള്ള സമയം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ആർക്കും മുന്നറിയിപ്പ് നൽകുന്നില്ല. കൊച്ചി പുതിയതായി ചുമതല ഏറ്റെടുത്ത കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഈ ലഹരി ഇടപാടുകളടക്കം പിടികൂടാനുള്ള മിന്നൽ പരിശോധനകൾ പോലീസ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എറണാകുളത്തെ 2ാമത്തെ പരിശോധനയാണ് ഇന്ന് ഈ കലൂർ സ്റ്റേഡിയം കേന്ദ്രീകരിച്ച് നടക്കുന്നത്. വരും ദിവസങ്ങളിൽ കൊച്ചിയുടെ പല കേന്ദ്രങ്ങളിലും ഈ പരിശോധന തുടരും. പ്രത്യേകിച്ച് ഈ പോലീസിന്റെയും നാട്ടുകാരുടെയും ഒന്നും കണ്ണെത്തിപ്പെടാത്ത ചില ഹിഡൻ സ്പോട്ടുകൾ കൊച്ചിയിലുണ്ട്. ആ ഹിഡൻ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൂടി വരും ദിവസങ്ങളിൽ പോലീസിന്റെ പരിശോധന കർശനമാക്കുമെന്നുള്ളൊരു തീരുമാനം കൂടി പോലീസ് എടുത്തിട്ടുണ്ട്. ശരി, കൊച്ചി കലൂരിൽ പോലീസിന്റെ മിന്നൽ റെയ്ഡ് ഉണ്ടായിരിക്കുകയാണ്. ലഹരി ഇടപാടുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് സ്ഥാപനങ്ങളും വാഹനങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഉണ്ടാകുന്നത്. വലിയൊരു സംഘം തന്നെ ആ പരിശോധനയ്ക്കായി ഉണ്ട്. 100-ലധികം പേരുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അശ്വിൻ പാലാഴി അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.